കോഴിക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 17-കാരിയെ ഉപയോഗിച്ച് പെൺവാണിഭ കേന്ദ്രം നടത്തിയെന്ന കേസിൽ പ്രതിയെ ഇപ്പോൾ ഒഡീഷയിൽ നിന്ന് പൊക്കിയിരിക്കുകയാണ് കേരള പോലീസ്. അസം സ്വദേശി ഫർഹാൻ അലിയാണ് പിടിയിലായത്. പ്രതിയുമായി അന്വേഷണ സംഘം ഇന്ന് കോഴിക്കോട് എത്തിച്ചേരും. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, എങ്ങനെയാണ് ഇങ്ങനൊരു പെൺവാണിഭ കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്ന വിവരം കിട്ടുന്നതും പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്? രജീഷ്, ദിവിഷ് മണി, ഇന്ന് അല്പസമയം മുൻപാണ് ഒഡീഷയിൽ നിന്ന് ഈ പ്രതിയുമായി അസം സ്വദേശിയായിട്ടുള്ള ഫുർഖാൻ അലി എന്ന 26 വയസ്സുള്ള പ്രതിയുമായിട്ട് അന്വേഷണ സംഘം കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന അടക്കം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ഒഡീഷ, അതായത് 300 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് അന്വേഷണ സംഘം അവിടെ എത്തുന്നതും. ഇദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ കാമുകയും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടുപേരെയും ഇപ്പോൾ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് 3 മാസം മുൻപ് 17-കാരിയായ ഒരു പെൺകുട്ടിയെ കോഴിക്കോട്ടേക്ക് എത്തിച്ച് ജോലി വാഗ്ദാനം ചെയ്ത് എത്തിച്ച് ഇവിടെ പെൺവാണിഭ കേന്ദ്രം നടത്തുകയായിരുന്നു. അതിൽ മലയാളികൾ ഉൾപ്പെടുന്ന സംഘം ഉണ്ട് എന്നൊക്കെ പോലീസ് പറയുന്നുമുണ്ട്. പക്ഷേ ഈ ഫുർഖാൻ അലിക്ക് ഇന്ന് പിടിയിലായ പ്രതിയെ ഈ കുട്ടിയെ നിർഭയ ഹോമിലാണ് ഈ 17-കാരി ഇപ്പോൾ കഴിയുന്നത്. ആ 17-കാരിയെ കൊണ്ടുവന്നിരുത്തി ഈ പ്രതിയെ കാണിച്ചതിന് ശേഷം ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം എന്താണ് ഈ പ്രതിയുടെ ഇതിലെ പ്രധാനപ്പെട്ട റോൾ എന്ന കാര്യത്തിലേക്ക് പോലീസ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികൾ ഇനി ഇതിൽ ഉണ്ടെന്നും പോലീസ് പറയുന്നു. ഇന്ന് വൈകിട്ടോടു കൂടി ഇതിലെല്ലാം ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് പോലീസ് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. എന്തായാലും ഒരു പെൺവാണിഭ കേന്ദ്രം കോഴിക്കോട് നഗരത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു എന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ്. അതിൽ കൂടുതൽ പെൺകുട്ടികൾ, ഒരു പെൺകുട്ടി മാത്രമല്ല, കൂടുതൽ പെൺകുട്ടികളെ ഇത്തരത്തിൽ പലരും ദുരുപയോഗം ചെയ്തു എന്നും അറിയുന്നുണ്ട്. അവിടെ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ടാണ് ഈ പെൺകുട്ടി പോലീസിൽ അഭയം തേടുന്നതും അതിനുശേഷം ഈ പെൺകുട്ടിയെ നിർഭയ ഹോമിലേക്ക് മാറ്റുന്നതും. ഒഡീഷയിലെത്തിയാണ് അന്വേഷണ സംഘം ഈ പ്രതിയെ പോലീസിനെ തേടിയെത്താൻ, അല്ലെ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞത് ഭാഗ്യമായി. അങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ പ്രതിയെ അവിടെ നിന്നും ഒഡീഷയിലെത്തി പിടികൂടാനും പോലീസിന് കഴിഞ്ഞപ്പോൾ ഇനി ഒരുപാട് ഈ ചുരുളഴിക്കേണ്ടി വരും. കാരണം ഒരുപാട് കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ പെട്ടിട്ടുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ കേസിന്റെ വ്യാപ്തി കൂടാനാണ് സാധ്യത.